എന്തായാലും രാവിലെ പള്ളിയിലേക്ക് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണുമ്പോഴേ മനസ്സിന് വളരെ സന്തോഷവും അതുപോലെ തന്നെ ഇതൊരു ആദായകരമായ പദ്ധതിയും കൂടിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പിറകിൽ നമ്മുടെ പരിപാലന ശ്രദ്ധ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ കുരുമുളകിൻ്റെ പ്രത്യേകത ഓരോ ഇലയിലും ഇടയ്ക്ക് ഓരോ തിരി ഉണ്ടായിട്ടുണ്ട്. ആ തിരി മണികളെല്ലാം നല്ല ബോൾഡാണ്. അതുപോലെ തന്നെ പുറത്തു നിന്ന് നോക്കിയാൽ അധികം കാണില്ല, ഉള്ളിലാണ് തിരികളൊക്കെ ഉണ്ടായി കിടക്കുക. നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ തിരി ഇതിൻ്റെ ഉള്ളിലുണ്ടാവും പറിച്ചു വരുമ്പോൾ. നമ്മുടെ ഒട്ടുമിക്ക പോസ്റ്റുകളിലും താഴെ നിന്ന് മുതൽ മുകളിൽ വരെ തിരിയിട്ടുണ്ട്. മൂത്ത തിരിയുണ്ട്. അതുപോലെ ഇപ്പോൾ പുതിയ തിരി മിക്ക പോസ്റ്റുകളിലും ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചോളെ ഇത് താഴെ മുട്ടിക്കിടന്നുകൊണ്ടാണ് കുരുമുളക് ഉണ്ടാകുന്നത്. എനിക്കിത് വളരെ അത്ഭുതകരവും മനസ്സിന് ഭയങ്കര സന്തോഷകരമായ ഒരു അനുഭവമായി മാറി ഈ കുരുമുളകിൽ. അതുമാതിരി തന്നെ 15 മാസം കൊണ്ട് ഇതിൻ്റെ വണ്ണം നല്ല രീതിയിൽ തന്നെ വണ്ണം വെച്ചു. അത് കഴിഞ്ഞാൽ 2 ഇതിലിപ്പോൾ തിരിഞ്ഞു പോയതും നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ട്. ഈ ചെടി തന്നെ നോക്കിയാൽ അടി മുതൽ മുകളിൽ വരെ നല്ല രീതിയിൽ തിരി ഉണ്ടായിരിക്കുകയാണ്. അത് കാണുമ്പോഴുള്ള മനസ്സിൻ്റെ സന്തോഷം അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അതുപോലെ അത് ഒരു കൊല്ലം എത്തിയിട്ടുള്ളതെന്ന് ഓർക്കണം. ഇപ്പോൾ 15 മാസം എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇത്ര ആദായം കിട്ടിയപ്പോൾ വരും കാലങ്ങളിൽ നമുക്ക് ആദായം പ്രതീക്ഷിക്കാം. അത് ദൈവം തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ പേര് ജോർജ് പള്ളിയാൻ. ഞാൻ 25 വർഷം സിവിൽ കോൺട്രാക്ടറായിരുന്നു. 10 വർഷം മുൻപ് പണികൾ നിർത്തി പിന്നെ പതുക്കെ കൃഷിയിലേക്കും പള്ളിക്കാര്യത്തിലേക്കൊക്കെ തിരിഞ്ഞു. എൻ്റെ സ്ഥലത്ത് ഈ ട്രവറിൻ പോകുന്ന സ്ഥലം മാത്രം ഒരു 50 സെൻറ്റ് സ്ഥലമുണ്ട്. കൊക്ക നട്ടു, ഫലപ്രദമായില്ല. ജാതി നട്ടു, പൊക്കം കൂടിയപ്പോൾ അതും പ്രശ്നമായി. KSEBയിലെ ഒരു 3 മാസത്തും ഇവിടെ മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടാൻ വരും. അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇത് ഏക്കർ കണക്കിന് സ്ഥലം വെറുതെ കിടപ്പുണ്ട്. പലരും വാഴാടും തെങ്ങിടും. അവസാനം ഞങ്ങളവരുമായിട്ട് തർക്കവും ഒച്ചപ്പാടും ബഹളം ആയി മാറുകയാണ്. ഇതേപോലെ കുരുമുളക് കൃഷിക്ക് മറ്റുള്ളവർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണല്ലോ എന്ന് ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് പോയി. പണ്ട് ഈ സ്ഥലത്ത് കൊക്കോ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജാതി നട്ടു. പിന്നെ കുറച്ചാൾ വാഴയും ചേനയൊക്കെ നടിയിലുണ്ടായിരുന്നു. ജാതി റബ്ബറിന് മുട്ടാറായപ്പോൾ ഇനി അത് അപകടകരമായ സ്ഥിതിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ JCB കൊണ്ടുവന്ന് ആ ജാതിയുടെ കട കംപ്ലീറ്റ് പറിച്ച് കളഞ്ഞു. മണ്ണ് ലെവൽ ചെയ്തു. മണ്ണ് ലെവൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ഇടയ്ക്ക് വെള്ളം കെട്ടാൻ പാടില്ലാത്തതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകാവുന്ന രീതിയിൽ ഒരു വശത്തേക്ക് സ്ലോപ്പായിട്ട് ലെവൽ ചെയ്തെടുത്തു. കുരുമുളക് വെച്ചിട്ട് ഇപ്പോൾ 15 മാസം. 23 ഡിസംബറിലാണ് നമുക്ക് ഈ തൈ കിട്ടുന്നത്. അപ്പോൾ 2 ഇല 3 ഇലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വെച്ച് 6-7 മാസം കഴിഞ്ഞപ്പോൾ ഒരു 6 അടി 7 അടി പൊക്കം എത്തിയിട്ടുണ്ടായിരുന്നു. നട്ട സമയത്ത് ഒന്നരാടം നനയ്ക്കുമായിരുന്നു, കാരണം നല്ല വേനൽക്കാലമായിരുന്നു. എന്നിട്ടും അത് പിടിച്ച് കിട്ടി. മുകളിൽ ഗ്രീനെറ്റ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നരാട ദിവസങ്ങളിൽ വന്ന് PVC പൈപ്പുമ്മേ അതിൻ്റെ തലകൾ വെച്ച് കെട്ടിക്കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു പകുതി പൊക്കം കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ 15 മാസമായപ്പോൾ ഈ രൂപത്തിൽ ആയിട്ടുണ്ട്. നല്ല വളർച്ചയാണ്. എനിക്ക് 100% തൃപ്തികരമാണ്. അതിപ്പോൾ നല്ല രീതിയിൽ തന്നെ 7 മാസം തിരി കിട്ടിയിരുന്നു. ആദ്യം ഉണ്ടാകുന്ന തിരി നല്ലതല്ല, അത് കുരുമുളകിന് തൈക്ക് ക്ഷീണം ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നുള്ളിക്കളഞ്ഞത്. അപ്പോൾ നുള്ളിക്കളഞ്ഞതിൻ്റെ കാരണം ഇതാണ്, തൈ ക്ഷീണം വയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ കുമ്പുക്കുൽ കുരുമുളക് ഒരുപാട് തിരികൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തന്നെ മണിക്കൂറോളം ചിലവഴിക്കേണ്ടി വന്നപ്പോൾ ഞാൻ പിന്നെ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. എന്തായാലും കുരുമുളക് ഉണ്ടായത് ആ തൈക്ക് ആരോഗ്യമുള്ളതുകൊണ്ടാണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ കളഞ്ഞില്ല. ആ കുരുമുളകാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം 15 മാസം കൊണ്ട് നമ്മുടെ കുരുമുളക് പോസ്റ്റിൻ്റെ മുകളിലെത്തി. പിന്നെ കുരുമുളക് കൃഷിയുടെ കടയ്ക്ക് തൂമ്പ തുടരുത്, വെള്ളം കെട്ടിക്കിടക്കരുത്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ദുരിതവാട്ടം എന്നൊരു സംഭവമുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ അതോടി ചിലപ്പോൾ എല്ലാം പോയിന്ന് വരും. ആദ്യത്തെ 2 വർഷം പരിപാലിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്ന് മാത്രമായാലും മതി. പിന്നെ നമ്മൾ ഇലയമേലാണ് പിന്നത്തെ വളം ചെയ്യുക. അത് ഓടിയാർ വളങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ 1.5 ദിവസം ഇതിൻ്റെ അടുത്ത് വരും. 1 മണിക്കൂർ ചിലവാക്കിയിട്ടേ പോവുള്ളൂ. അല്ലാതെ രീതിയിൽ വന്നില്ലെങ്കിൽ ആ സാധനം നശിച്ചു പോകും. അപ്പോൾ 1.5 രീതിയിൽ വരികയും അതിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് തല പിടിച്ച് വള്ളി കെട്ടി കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ കുരുമുളക് നല്ല രീതിയിൽ വളരുകയുള്ളൂ. നല്ല പരിപാലനം ആദ്യത്തെ 2 വർഷം അത്യാവശ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളില്ല. പിന്നെ വേറെന്നുള്ളത് പലരും ഈ പ്ലാസ്റ്റിക് വള്ളിക്ക് പകരം
ദ്രവിച്ചു പോകുന്ന എന്തെങ്കിലും വസ്തുക്കൾ വാഴനാര് പോലെയുള്ള സാധനം വെച്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ അത് അഴിക്കാൻ നടക്കണ്ട, അത് തന്നെ ദ്രവിച്ചു പോകുള്ളൂ. അതും ഉപകാരപ്രദമാണ്. ഈ വളക്കൂറുള്ള മണ്ണുള്ള സ്ഥലമായതുകൊണ്ട് എപ്പോഴും പുല്ല് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് തന്നെ നല്ല തൊഴിലാണ്. പുല്ല് വരാതിരിക്കും. ഞാൻ പഴയ ഗ്രീൻ നെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് അതിൻ്റെ മുകളിലിട്ടിരുന്ന ഗ്രീൻ നെറ്റ് അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രീൻ നെറ്റ് താഴെ ഇട്ടപ്പോൾ ഒരു രക്ഷയില്ല, ഗ്രീൻ നെറ്റിനൊക്കെ മറികടന്ന് പുല്ല് വരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് അറിവ് കിട്ടിയത് ഈ വീട് മാറ്റുന്ന സാധനം നല്ലതാണെന്ന്. അങ്ങനെ ഞാൻ വീട് മാറ്റിയിട്ടു. അത് സക്സസ് ആണ്. യാതൊരു പുല്ലും വരില്ല, വെള്ളം നേരെ കീഴ്പോട്ട് ഇറങ്ങുകയും ചെയ്യും. പിന്നെ വേറെ എന്നുള്ളത്, ഇപ്പം ഞാൻ കുമ്പുക്കൽ പന്നിയൂരം വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുമ്പുക്കലാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. ഞാൻ ഉൾപ്പെടെ പലരും കുമ്പുക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കുമ്പുക്കൽ മാത്രമേ വയ്ക്കുള്ളൂ, വേറൊരു തൈയിലേക്ക് അവർ പോകാൻ സാധ്യത വളരെ കുറവാണ്. പല ടൈപ്പ് ഇഷ്ടംപോലെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും പ്രായോഗികമായിട്ട് എനിക്ക് തെളിവ് കിട്ടിയിരിക്കുന്നത് ഈ കുമ്പുക്കൽ തൈയാണ്. ഞാൻ നല്ല രീതിയിലുള്ള ISI മാർക്കുള്ള PVC പൈപ്പുകളാണ് ഞാൻ വാങ്ങിച്ചത്. അത് ശക്തിമാൻ്റെ അന്ന് ഏകദേശം 1150 രൂപയോളം ചിലവ് വന്നു. നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ അതിന് നല്ല ലൈഫ് ലോങ് കിട്ടും, അല്ലാണ്ട് 2 കൊല്ലത്തേക്കും 3 കൊല്ലത്തേക്കും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല ലൈഫ് കിട്ടണമെങ്കിൽ PVC പൈപ്പ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. മാർക്കറ്റിൽ 500 600 കിട്ടുന്നുണ്ടാവാം. 50-100 രൂപയ്ക്ക് വേണ്ടി ലാഭത്തിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് കൃഷിയുടെ തന്നെ വലിയൊരു നാശത്തിലേക്ക് അത് വന്ന് ഭവിക്കും. ക്വാളിറ്റിയുള്ള ISI മാർക്ക് ഉള്ള നല്ല കമ്പനിയുടെ പൈപ്പ് നോക്കി വാങ്ങിച്ച് നമ്മൾ ചെയ്താലേ നമുക്ക് നമ്മുടെ കുരുമുളക് കൃഷിക്ക് ലൈഫ് ലോങ്ങായി ലഭിക്കുകയുള്ളൂ. ഒരു 2 വർഷത്തേക്ക് ഒന്നരാടം വന്ന് ഇതിൻ്റെ അടുത്ത് നോക്കാനും നല്ല ഓരോ മണിക്കൂറെങ്കിലും ചെലവഴിക്കാനും നല്ല പരിപാലനം ആവശ്യമാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത് തുടങ്ങാൻ പാടുള്ളൂ. കുമ്പുക്കൽക്കാരും അതെല്ലാം ചോദിച്ചറിഞ്ഞ് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ അവരും കൊടുക്കുന്നുള്ളൂ. അവർ നല്ല രീതിയിൽ ആണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവരും നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. അല്ലാത്തവർ അത് വെറുതെ ഒരു പേരുദോഷത്തിന് മാത്രമേ ഇടവരുത്തുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, 1500 രൂപയോളം ഇതിന് ചിലവ് വരുമെന്നും നല്ല രീതിയിൽ പരിപാലനം ചെയ്യാൻ സമയവും സന്നദ്ധമാണെങ്കിൽ മാത്രം ഈ കുരുമുളക് കൃഷിയിലേക്ക് വന്നാൽ മതി. ഇപ്പം നിങ്ങൾക്കിത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ? അപ്പോൾ പിന്നെ എൻ്റെ സന്തോഷം എന്തായിരിക്കും?